വീഡിയോ അമിതാഭ് ബച്ചനെ പറ്റിയാണ് പറയുന്നത്. അമിതാഭ് ബച്ചൻ ഞങ്ങൾ കുറേ മലയാളികൾ അദ്ദേഹത്തിനെ വെറുക്കുന്ന പോലെ വേറെ ആരെയും വെറുക്കില്ല, ഒരു നടന്മാരെയും ഞങ്ങൾ വെറുക്കൂല. കാരണം അദ്ദേഹത്തിന് അത്ര വെറുപ്പുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം അഹങ്കാരം പിടിച്ചൊരു വ്യക്തിയാണ് ഈ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വേറെയാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്തുകൂടി ഇഷ്ടംപോലെ ദിവസം പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളെ കണ്ടിട്ടുണ്ട്, ജയഫാദറിനെ കണ്ടിട്ടുണ്ട്, ഭാര്യനെ കണ്ടിട്ടുണ്ട്. ടാറ്റസിൻ്റെ മുകളിൽ നിൽക്കുക. അത് ചെറിയൊരു 2 നിലയുള്ള വീടാണ് അന്ന് 87. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പ്രാവശ്യം ചെന്നു. 3 പ്രാവശ്യം ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം വേറൊരു ക്യാരക്ടറാണ്. പിന്നെ ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ പറ്റില്ല. ജിതേന്ദ്രനെ കണ്ടിട്ടുണ്ട്, മിഥുൻ ചക്രവർത്തി, പല നടന്മാരെ കണ്ടിട്ടുണ്ട്. ഇന്ന പേര് ഞാൻ പറയുന്നില്ല. പല ആൾക്കാരുടെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കുറേ പേര്, ഞങ്ങൾ മലയാളികൾ വൈകുന്നേരം ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരെ പോക്കാം. ഇങ്ങനെ നടന്മാരെ വീട് കാണാൻ ഈ ജോപ്പാട്ടി എന്ന സ്ഥലത്താണ് വീട്, ഈ അമിതാഭ് ബച്ചൻ്റെ. അങ്ങനെ ഇദ്ദേഹത്തിന് പിന്നെ കാണാൻ പോകില്ല. ഇയാൾ ഷൂട്ടിങ്ങിൽ വരെ കാണാൻ പോകില്ല. പാലികൽ, സീറോ ഹോട്ടൽ, അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ വരും. ഞങ്ങൾ കാണാൻ പോകില്ല. വേറെ ആരെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഇയാളെ കാണാൻ പോയില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇദ്ദേഹത്തിൻ്റെ സിനിമ ഞങ്ങൾക്ക് വീഴില്ല. കഥാപാത്രം ഞങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. ആർക്കും പോയിരുന്ന് കാണാം ഈ കഥാപാത്രം. ഫാമിലി അടക്കം പോയിരുന്ന് കാണാം. ഒരു വൃത്തിയട്ടൊരു വാക്ക് അതിനകത്തില്ല. നമ്മളെ വേറൊരു ലോകത്ത് കൊണ്ടുപോയിക്കളി അദ്ദേഹം സിനിമയിൽ. പിന്നെ മൊത്തം അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഒറിജിനൽ അഭിനയം പോലെ ഇരിക്കും. കാരണം അദ്ദേഹം ചില കള്ളു കുടിച്ചിട്ടുള്ള അഭിനയം കാണണം. ആ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കള്ളു കുടിക്കാൻ തോന്നില്ല. അങ്ങനെ എത്ര പേര് കള്ളുകൂടി നിർത്തിയിട്ടുണ്ടെന്നറിയാം ഇദ്ദേഹത്തിൻ്റെ അഭിനയം. കള്ളു കുടിച്ചിട്ട് ഇയാൾ വയറ്റ് പിടിക്കുന്നതും പല അദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടിട്ട് കുറേ പേര് കള്ളുകൂടി വരെ നിർത്തിയിട്ടുണ്ട്, മദ്യപാനം വരെ നിർത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അഭിനയം കാണാം അമിതാഭ് ബച്ചൻ്റെ. കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ കഥാപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടറാണ്. പറഞ്ഞ മനസ്സിലുണ്ടാവും. അങ്ങനത്തെ ഒരു ആളാണ്. പക്ഷേ ഇതാണ് വീട്ടിനടുത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ആരും മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പോലെ വേറെ ആരും ഇല്ല ഏത് ഷോയിലും എവിടെയും. പണ്ടങ്ങനെയല്ല. ഇതേപോലെ അഹങ്കാരിയെ പിടിച്ച ഒരു വ്യക്തി വേറെ ആരും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ട് നന്നായവരുണ്ട്. കാരണം അങ്ങനത്തെ സിനിമകളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ട് ഒരുപാട് ആൾക്കാർ നന്നായിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാരെ പോലെയല്ല. അദ്ദേഹത്തിൻ്റെ പടം എന്ന് വെച്ചാൽ നമ്മളെ ഈ ഫാമിലി അടക്കം പേരുന്ന് കാണാം. അത്ര നല്ല സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു കഥാപാത്രമാണ് അമിതാഭ് ബച്ചൻ്റെ. കാരണം അങ്ങനെ ഒരു അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ആളാണ്. ഇഷ്ടം പോലെ ഞാനൊക്കെ ബ്ലാക്കിൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ പണ്ട്. പിന്നെ ജാദുഗർ, ഷൈൻഷാ, ഈ സിനിമയൊക്കെ എല്ലാം ഹിറ്റായി പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പല സിനിമ 2 പ്രാവശ്യം 3 പ്രാവശ്യം കാണാത്ത ആൾക്കാരൊന്നുമില്ല. 5-6 പ്രാവശ്യം കാണാത്ത ആൾക്കാരൊന്നുമില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ കഥാപാത്രമാണ് അത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കണ്ട് ഇപ്പോൾ കള്ളുകുടിക്കുന്ന സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കള്ളുകൂടി അങ്ങ് നിർത്തിക്കളയുന്നതാണ്. ഞങ്ങളെപ്പോലെ ചെറുപ്പക്കാരൊക്കെ എന്തോരം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കള്ളുകൂടി നിർത്തിയിട്ടുണ്ടെന്നറിയോ? കള്ളുകൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കള്ളുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം അങ്ങനെയായിരുന്നു. കാരണം ഒറിജിനൽ അഭിനയമാണ്. അതാണ് അമിതാഭ് ബച്ചൻ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? പണ്ടത്തെ സിനിമകളൊക്കെ കാണാം, ദീവാർ, ജഞ്ചീർ, ഇങ്ങനത്തെ സിനിമയാണ്. ഷോല കഴിഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ഒറിജിനൽ അഭിനയമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും പിന്നെ മദ്യപിക്കില്ല. അങ്ങനെയാണ് മദ്യപിക്കുന്നതിട്ടുണ്ടെങ്കിൽ ഭയങ്കര. അദ്ദേഹത്തിൻ്റെ ഏത് ക്യാരക്ടർ എടുത്താലും അതൊക്കെ കണ്ടുപിടിക്കണം. അതേപോലെ അഭിനയിക്കാൻ ആളുമില്ല ഈ ലോകത്താരില്ല. പക്ഷേ ഞങ്ങൾ വെറുപ്പാണ്. പക്ഷേ കഥാപാത്രത്തിന് വെറുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ ഒരിക്കലും ഞങ്ങൾക്ക് വെറുക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നിങ്ങൾ പറ്റുന്നെങ്കിൽ കാണുക. അഹങ്കാരം പിടിച്ച മനുഷ്യനാണ്. പക്ഷേ കഥാപാത്രം ഒരിക്കലും ഒരാളെ
ഇത് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ സെക്സായിട്ടുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കില്ല അതാണ് അദ്ദേഹം. പെണ്ണുങ്ങളെ കൊണ്ട് സെക്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ ചന്തിയും കുന്തിയൊക്കെ കാണിക്കണം, എന്നിട്ട് നടന്മാരാണ് കാശുണ്ടാക്കുന്നത്.